प्यारे बच्चों साले ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों ठीक है ना എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് നമ്മുടെ പരീക്ഷയുടെ ടൈം ടേബിൾ ഒക്കെ വന്നു നമ്മൾ എന്ത് ചെയ്യാണ് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഈ വരുന്ന പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യണം നോക്കണം അപ്പൊ ഏതാണ് ആ പാഠഭാഗം എന്നുള്ളത് എന്റെ മക്കൾ നോക്കിക്കോടാ യെസ് ഇക്കായി മൂന്നാമത്തെ യൂണിറ്റിലെ റിംജിം രംജിം എന്നുള്ള പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ് മാഷ് എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നോക്കിക്കോ എന്താണ് ആ ചോദ്യം രംഗ് ദേ പെഹ്ചാനെ ഓർ ലിഖേ അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം നിറം നൽകണം അല്ലെ നിറം നൽകണം അതോടൊപ്പം എന്തും കൂടി പറഞ്ഞിട്ടുണ്ട് നിറം നൽകിയിട്ട് നിറം നൽകുക അല്ലെ അതേപോലെ പെഹ്ചാനെ തിരിച്ചറിയുക അല്ലെ തിരിച്ചറിയുക എന്നിട്ട് എന്ത് ചെയ്യാ എഴുതുക അല്ലെ ഇത് മൂന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ എന്നിട്ട് ഒരു ചിത്രം തന്നിട്ടുണ്ട് നോക്കിക്കേ എന്തെല്ലാം ആ ചിത്രത്തിൽ കാണുന്നുണ്ട് ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട് യെസ് പൂമ്പാറ്റ കാണുന്നുണ്ട് അല്ലെ പൂമ്പാറ്റയെ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ പിന്നെ എന്താ കാണുന്നത് യെസ് മത്സ്യം അല്ലെ മീൻ അല്ലെ മത്സ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് മീൻ കാണുന്നുണ്ട് നമുക്ക് പിന്നെ എന്താ കാണുന്നടാ യെസ് അതേപോലെ പക്ഷിയെ കാണുന്നുണ്ട് അല്ലെ പക്ഷി കാണുന്നുണ്ട് പിന്നെ എന്ത് കാണുന്നുണ്ട് നമ്മൾ യെസ് മാങ്ങ അല്ലെ മാങ്ങയെ കാണുന്നുണ്ട് കണ്ടോ കാണുന്നില്ലേ യെസ് ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം നോക്കണം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക യെസ് നമ്മൾ എന്ത് ചെയ്യണം നിറം കൊടുത്തിട്ട് തിരിച്ചറിയണം അല്ലെ തിരിച്ചറിയുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് ഒരു കോളം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും എന്താണ് ആ കോളത്തിലൂടെ തന്നിട്ടുള്ളത് ചിടിയാം അല്ലെ ചെഹ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആം അല്ലെ ആം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് മച്ചലിയാം എന്ന് പറഞ്ഞാൽ മീനാണ് അല്ലെങ്കിൽ മത്സ്യമാണ് ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവാണ് തിത്തലിയാം എന്ന് പറഞ്ഞാൽ പക്ഷികളാണ് അപ്പൊ ഈ പക്ഷികളുടെ എണ്ണം 6 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ നമ്മളിവിടെ കണ്ടു നമുക്കൊന്ന് ആ നിറം കൊടുത്തിട്ട് ആ പക്ഷിക്ക് നിറം കൊടുത്തിട്ട് നമുക്കൊന്ന് ചെയ്യാം നോക്കാം നോക്കിക്കോടാ ആ പക്ഷിക്ക് നമ്മൾ മഞ്ഞ നിറം കൊടുക്കുന്നു കണ്ടോ 1 2 3 4 5 ചെഹ് അല്ലെ 6 കിട്ടിയില്ലേ അപ്പൊ 6 നമ്മൾ നിറം കൊടുത്തു അതിവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്ത് നോക്കാം ആം അല്ലെ മാങ്ങ അല്ലെ മാങ്ങക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു പച്ച നിറം കൊടുത്താൽ ലൈറ്റ് പച്ച അല്ലെ പച്ചമാങ്ങ ആയിക്കോട്ടെ പച്ചമാങ്ങ അപ്പൊ 1 2 3 4 5 6 7 അല്ലെ 7 എന്ന് പറഞ്ഞാൽ എത്ര 7 ആണ് അപ്പൊ 7 നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലേക്ക് എഴുതുന്നു അല്ലെ കണ്ടോ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു എഴുതി 7 അല്ലെ 7 എന്ന് പറഞ്ഞാൽ 7 അപ്പൊ 7 നമ്മൾ കിട്ടിയല്ലോ ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ള എന്താ മച്ചലിയാം അല്ലെ മച്ചലിയാം എന്ന് പറഞ്ഞാൽ മത്സ്യമാണ് അല്ലെ അപ്പൊ മീൻ നമുക്ക് ഏതെങ്കിലും ഒരു കളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ നമുക്ക് എന്ത് ചെയ്യാം മീനിനൊരു ഏത് കളറാ കൊടുക്കുക ഒരു ബ്രൗൺ കളർ നമുക്ക് എന്ത് ചെയ്യാം മീനിന് കൊടുക്കാം നോക്കിക്കോ അല്ലെ മീൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബ്രൗൺ കളർ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ബ്രൗൺ കളർ നമ്മൾ കൊടുക്കാൻ പോവാണ് മീനിനെ നോക്കിക്കോ യെസ് 1 2 3 4 5 6 7 8 അല്ലെ എത്ര 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് 8 അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു 8 എന്നുള്ളത് ഇവിടെ എഴുതി കൊടുത്തു അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്തു കിട്ടി ഇനി നമുക്ക് വരാൻ പോകുന്നത് ഏതാണ് മക്കളെ യെസ് പൂവ് അല്ലെ പൂവ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പൂവിന് നിറങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് കൊടുക്കാൻ പോവാണ് അപ്പൊ പൂവിന് നമുക്ക് ഏത് നിറം കൊടുക്കാം റോസ് നിറം കൊടുക്കാം അപ്പൊ മാഷ് കൊടുക്കാൻ പോവാണേ നോക്കിക്കോ 1 2 3 4 5 6 7 8 9 കണ്ടോടാ യെസ് അപ്പൊ പൂവിന് എത്ര ഉണ്ട് 9 അല്ലെ 9 ആണ് പൂവിൻ്റെത് അത് നമ്മൾ എന്ത് ചെയ്തു ഐഡന്റിഫൈ ചെയ്തു നമ്മൾ എഴുതി അല്ലെ അപ്പൊ 9 പൂക്കൾ ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ ഇനി തിത്തലിയ പക്ഷികളെ ചോദിക്കുന്നുണ്ട് അപ്പൊ പക്ഷികൾക്ക് നമുക്ക് ഏത് നിറം കൊടുക്കാം അല്ലെ പക്ഷികൾക്ക് നമുക്കൊരു ഒരു റോസ് നിറം റോസ് വേണം നമുക്ക് നീല നിറം കൊടുക്കാം പക്ഷികളാണോ അല്ല തിത്തലിയ പൂമ്പാറ്റകൾ ആ പൂമ്പാറ്റകൾക്ക് നമ്മൾ എന്ത് ചെയ്തു നിറം കൊടുത്തു 1 2 3 4 5 6 7 8 9 10 അല്ലെ 10 നമ്മൾ എന്ത് ചെയ്തു ആ 10 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ
അപ്പൊ അത് നമുക്ക് കിട്ടിയില്ലേ. ദസ് എന്ന് പറഞ്ഞാൽ 10, നൗ എന്ന് പറഞ്ഞാൽ 9, ചെഹ് എന്ന് പറഞ്ഞാൽ 6. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഇതിന്റെ ഇത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ കണ്ടെത്തിയാൽ നമ്മളെ കാത്തിരിക്കുന്നത് 5 മാർക്കാണ് ഈ വരുന്ന പരീക്ഷയിൽ. അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എഴുതൂലേ. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്തരത്തിൽ ചിത്രം തന്നിട്ട് നമ്മളോട് ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ എഴുതി ആ ആക്ടിവിറ്റിയുടെ മാർക്ക് മുഴുവൻ എന്റെ മക്കൾ എന്ത് ചെയ്യണം, നേടണം. ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും, സെറ്റ് ആക്കും. അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.